കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ കരഞ്ഞുമെഴുകിയ റോക്കി എയർപോർട്ടിലെത്തിയപ്പോൾ മാസ് ഡയലോഗ്. റോക്കി അങ്ങനെ കരഞ്ഞുമെഴുകുന്ന ആളൊന്നുമല്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സിജോയെ ഫ്രണ്ടായിട്ട് കരുതിപ്പോയി. ആ വിഷമത്തിൽ കരഞ്ഞു പോയതാണ് എന്നതാണ് റോക്കി പറഞ്ഞത്. അതുപോലെ തന്നെ സിനിമയിലെ റോക്കിയാണെങ്കിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ കാണിക്കും. റിയൽ റോക്കിയാണെങ്കിൽ ഓൾവേസ് ആക്ഷൻ എന്നാണ് പറഞ്ഞത്. ഈ രീതിയിൽ പല സിനിമാ ഡയലോഗുകളും മാസ് ഡയലോഗുകളും അതുപോലെ തന്നെ മുൻ മത്സരാർത്ഥികൾ പറഞ്ഞ ഡയലോഗുകളും ആവർത്തിച്ച് പഠിച്ചു വന്ന ഒരു മത്സരാർത്ഥിയാണ് റോക്കി. ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും സിനിമാറ്റിക് ആണ്. ഇത്തരത്തിൽ തെലുങ്ക് സിനിമയിലെ നായകന്മാർ പറയുന്ന ഡയലോഗുകൾ എഴുതി പഠിച്ച് സ്വന്തം ജീവിതത്തിലും റിയാലിറ്റി ഷോയിലും പകർത്തുന്ന ഒരാളാണ് റോക്കി. റോക്കിയുടെ എയർപോർട്ടിലെ തള്ളൽ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഈ ഒരു സീസണിന്റെ പ്രത്യേകത മത്സരാർത്ഥികൾ അകത്തു വരുന്നതിനേക്കാൾ സ്പീഡിൽ പുറത്തു പോകുന്നു എന്നതാണ്. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ അന്നു മുതൽ രതീഷിന്റെ അമിതാവേശവും അന്യായ വെറുപ്പിക്കലും. എന്നാൽ പിന്നീട് വീക്കെൻഡിൽ പ്രേക്ഷകർക്ക് രതീഷിനോട് കുറച്ച് ഇഷ്ടം തോന്നിയെങ്കിലും അപ്പോഴത്തേക്കും കാര്യങ്ങൾ ഏറെ വൈകിയിരുന്നു. അങ്ങനെ രതീഷ് പുറത്താവുന്നു. അതിനുശേഷം റോക്കി ഊഴമേറ്റെടുക്കുന്നു. റോക്കി ഈ പറഞ്ഞതുപോലെ സിനിമാ ഡയലോഗുകളും പ്രവോക്കിങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായിട്ട് കളം നിറയുന്നു. അതിനുശേഷം ഫിസിക്കൽ അസാൾട്ടിലൂടെ റോക്കിയും പുറത്തേക്ക് പോകുന്നു. ഇനി ഇവിടെ മറ്റു മത്സരാർത്ഥികൾ ആർക്കും തന്നെ ഒരു ഗെയിമും ഇല്ല എന്നുള്ളതാണ്. റോക്കി കൂടെ പുറത്തു പോയതോടുകൂടി അവിടെ മറ്റ് ഒരു മത്സരാർത്ഥിക്കും യാതൊരുവിധ ഗെയിമും ഇല്ല. കാരണം ഇവരൊക്കെ ഈ പിൻപറ്റുക എന്ന പരിപാടിയാണ് മെജോറിറ്റിയും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാൻ സാധ്യത ഉള്ളത് ആരെയായിരിക്കും? അങ്ങനെ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മത്സരാർത്ഥിയെ ഇവർ ഫോളോ ചെയ്യും. ആ മത്സരാർത്ഥി എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഇവരും ചെയ്യും. ഉദാഹരണത്തിന് 4-ൽ അധികം ആളുകൾ ഒരാളെ എതിർക്കുന്നുവെങ്കിൽ എന്നാൽ പിന്നെ അവരെ ഞാനും എതിർത്തേക്കാം. അതുപോലെ 4-ൽ അധികം ആളുകൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ എന്നാൽ പിന്നെ ഞാനും അയാളെ സപ്പോർട്ട് ചെയ്തേക്കാം. അല്ലാതെ ഇവിടെ ആർക്കും ഒരു ഗെയിമും ഇല്ല. ഇവിടെ പലരും റോക്കിയുടെ ഗെയിമിനെ പിൻപറ്റിയാണ് അവിടെ നിലനിന്നു പോയിരുന്നത്. റോക്കി പോയതോടുകൂടി അവരുടെ ഗെയിമും ഇല്ലാതായി. റോക്കി ഇവിടെ സിജോക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. സിജോ നല്ല മത്സരാർത്ഥിയാണെന്ന് റോക്കിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ റോക്കി സിജോക്കെതിരെ ഗെയിം കളിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പല മത്സരാർത്ഥികളും സിജോക്കെതിരെ ഗെയിം കളിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിട്ടല്ല. കാരണം റോക്കി സിജോക്കെതിരെ ഗെയിം കളിക്കുന്നു. എന്നാൽ പിന്നെ ഞങ്ങളും കളിച്ചേക്കാം. റോക്കി സിജോയെ നോമിനേറ്റ് ചെയ്യുന്നു. എന്നാൽ പിന്നെ ഞങ്ങളും നോമിനേറ്റ് ചെയ്തേക്കാം. ഈ നോമിനേഷൻ വേളയിലൊക്കെ കുറേയധികം ആളുകൾ സിജോയെ നോമിനേറ്റ് ചെയ്യുന്നു. അവിടെ ആർക്കെങ്കിലും സിജോയുടെ എന്തെങ്കിലും ഗെയിം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. അവിടെ ആരെങ്കിലും സിജോയെ നോമിനേറ്റ് ചെയ്താൽ പിന്നെ മറ്റുള്ളവരും ആ രീതി പിന്തുടരുന്നു. സ്വന്തമായിട്ട് നിലപാടുകളോ അഭിപ്രായമോ ഇല്ല. ആരെയെങ്കിലും പിൻപറ്റി മുന്നോട്ട് പോവാനേ ഇവർക്കൊക്കെ കഴിയും. ഇനി സിജോ 1-2 ദിവസത്തിനകം BBയിൽ ശക്തമായി തിരിച്ചു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിജോ ശക്തമായി തിരിച്ചു വന്നില്ല എങ്കിൽ പിന്നെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുക ജിൻഡോയുടെ പൊട്ടത്തരങ്ങളും ഗബ്രിയുടെ കോഴിത്തരങ്ങളുമാണ്. അതോടൊപ്പം തന്നെ നല്ല വൈൽഡ് കാർഡ് എൻട്രികൾ വരികയാണെങ്കിൽ മത്സരം ഒന്നുകൂടി കടുപ്പമാകും. നിലവിൽ അവിടെ ഒരു ഗെയിമും ഇല്ല. ഇനി വൈൽഡ് കാർഡ് വന്നാൽ മാത്രമേ ഗെയിമിൽ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൈൽഡ് കാർഡ് വന്നാൽ മാത്രമേ ഇനി അതിൽ കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ.